ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ അഫോർഡബിൾ ടാബ്ലറ്റ് ആണ് വൺ പ്ലസ് പാഡ് ഗോ 2. അപ്പോൾ വൺ പ്ലസ് പാഡ് ഗോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ടാബ്ലറ്റ് ആയിരുന്നു. ബജറ്റ് സീരീസിലെ ഒരു ടാബ്ലറ്റ് ആയിരുന്നു. നല്ലൊരു അഫോർഡബിൾ പ്രൈസിങ്ങും അതേപോലെ 4G വേരിയൻറ്റും സിം കാർഡൊക്കെ ഇട്ട് നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടാബ്ലറ്റ് ആയിരുന്നു. എന്നാൽ ഇത്തവണത്തെ ടാബ്ലറ്റിൽ കുറച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട്. മാസീവ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റിൽ 5G സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. അതായത് നമുക്ക് 5G സിം കാർഡ് ഇടാനുള്ള മറ്റൊരു സവിശേഷത കൂടി ഈ ഒരു ടാബ്ലറ്റ് ഉണ്ട്. എന്നാൽ ഈ ടാബ്ലറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ എന്നല്ല, നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് അത് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. കാരണം ലോഞ്ച് കഴിഞ്ഞാലേ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ വൺ പ്ലസ് പാഡ് ഗോ 2 ഈ ഒരു ടാബ്ലറ്റിന്റെ വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നില്ല, കാരണം അൺബോക്സ് ചെയ്യാൻ ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആകെ ഉള്ളത് ടാബ്ലറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 45 വോട്ടിൻ്റെ സ്റ്റാൻഡേർഡ് സൂപ്പർ ബുക്ക് അഡാപ്റ്ററാണ്. 45 വോട്ട് ആണെങ്കിലും ഇത് 33 വോട്ടേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ടാബ്ലറ്റ്. അതുകൂടാതെ നമുക്ക് ഒരു കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അൺബോക്സിങ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ആ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ടാബ്ലറ്റിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വൺ പ്ലസ് പാഡ് ഗോ 2. വളരെ സ്ലിം പ്രൊഫൈലാണ് വരുന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു പേർപ്പിൾ കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാണ്ട് തന്നെ ഒരു ഷാഡോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറുണ്ട്. ആ ഒരു കളറിലെ ടോപ്പ് എൻഡ് വേരിയൻ്റാണ് 5G ഉള്ളത്. ഇത് വൈഫൈ ഓൺലി വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5G വേണമെങ്കിൽ ബ്ലാക്ക് കളർ എടുക്കണം. അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ്, അതായത് 8GB റാമുള്ള ടോപ്പ് വേരിയൻറ്റ് എടുത്താൽ മാത്രമേ 5G സപ്പോർട്ടുള്ളൂ. ബാക്കിയെല്ലാം വൈഫൈ ആണ്. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം, വൺ പ്ലസിൻ്റെ ലോഗോ കാണാം. ഫുൾ ഫിനിഷ് ഉണ്ടല്ലേ, വളരെ നല്ല ഫിനിഷാണ്. പിന്നെ 4 സ്പീക്കേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. 2 സൈഡും 2 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ആൻഡ് വോളിയം ബട്ടനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ ബട്ടൺ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവിടെ വോളിയം കീസ് കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ടാബ്ലറ്റിൻ്റെ ഡിസൈനാണ്. പിന്നെ താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, ഇതാണ് നമ്മുടെ 33 വോട്ട് ചാർജിങ് പോർട്ടും വരുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. ഇനി ഇതിൻ്റെ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതാണ് ഡിസ്പ്ലേ. ഒരു 12.1 ഇഞ്ച് ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഒരു സ്ക്രീൻ റെസൊല്യൂഷനാണ്. 2.8K റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ 2.8K റെസൊല്യൂഷൻ കൊടുത്ത് നല്ലൊരു ടാബ്ലറ്റ് ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ 12.1 ഇഞ്ചാണ് റെസൊല്യൂഷൻ വരുന്നത്. ഇതുകൂടാണ്ട് തന്നെ നമുക്ക് വരുന്നത് 900 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. 284 പിക്സൽസ് പെർ ഇഞ്ചാണ്. 98% DCI P3 കളർ ഗ്യാമറ്റാണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അതിനൊപ്പം തന്നെ 88.5 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്, ഡിസ്പ്ലേ ടു ബോഡി റേഷ്യോ ആണ്. TUV റൈൻലാൻഡ് സർട്ടിഫിക്കേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ടാബ്ലറ്റിൻ്റെ പ്രത്യേകത. നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജും അതിനൊപ്പം തന്നെ അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടില്ലേ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇത് ഓക്സിനോയ്സ് ആണ് പവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ക്യാൻവാസ് ഉണ്ടല്ലോ ഓക്സിനോയ്സിൻ്റെ, നമ്മൾ വൺ പ്ലസ് പാഡ് 3-ലൊക്കെ ഉണ്ട്. ആ മൾട്ടി ടാസ്കിങ്ങും ആ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വൺ പ്ലസിൻ്റെ ഓക്സിനോയ്സ് തരുന്നത്. അതിനൊപ്പം തന്നെ ഓപ്പൺ ക്യാൻവാസിൻ്റെ ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പവർ ചെയ്തിരിക്കുന്നത് ഡിമെൻസിറ്റി 7300 ഒക്ടോകോർ പ്രോസസ്സറാണ്. 7300 അൾട്രാ ഒക്ടോകോർ പ്രോസസ്സറാണ്. എഗെയിൻ നമുക്കറിയാമല്ലോ ഡിമെൻസിറ്റി 7300 ഒരു നല്ല പെർഫോമിംഗ് ചിപ്പാണ്. ഒരുപാട് ഡിവൈസിൽ കണ്ടത്. അതിൻ്റെ അൾട്രാ വേർഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് 4 നാനോമീറ്റർ ആണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ 8GB ഓഫ് റാമും 256GB സ്റ്റോറേജുമാണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നത്. അതിലെ ആ ടോപ്പ് എൻഡ് വേരിയൻറ്റിലെ ബ്ലാക്ക് കളറിന് മാത്രമേ 5G സപ്പോർട്ട് ഉള്ളൂ. അപ്പോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, 5G സപ്പോർട്ട് ഈ ഒരു കളറിൽ അവൈലബിൾ അല്ല, ബ്ലാക്കിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ 10050 mAh ബാറ്ററിയാണ്. മാസീവ് കപ്പാസിറ്റി ബാറ്ററിയാണ്. 10,050 mAh കപ്പാസിറ്റിയാണ്. അപ്പം അത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു കിഡിലം എക്സ്പീരിയൻസ് കിട്ടും. ഓൾമോസ്റ്റ് മോർ ദൻ എ ഡേ ഈസിലി ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു അടിപൊളി ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം, ഫ്രണ്ടിലും ഒരു സെൽഫി ക്യാമറ ഉണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽസും ക്യാമറ സാമ്പിൾസും ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ടാബ്ലറ്റിൻ്റെ പ്രത്യേകതകൾ. ഡിമെൻസിറ്റി 7300 അൾട്രാ, നല്ലൊരു ഡിസ്പ്ലേ, 2.8K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ 5G സപ്പോർട്ടും ഉണ്ട്.
10,050 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഒരു പ്രധാന ആസ്പെക്റ്റാണ്. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ നല്ല മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ 33 watt ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഇതായിരുന്നു ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ OnePlus Pad Go 2. ഇത് ലോഞ്ച് ചെയ്യുന്നത് ഡിസംബർ 17-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയ റിവ്യൂ വീഡിയോ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബഡ്ജറ്റ് ടാബ്ലറ്റ് സീരീസിൽ ഒരു നല്ല ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യുക. ഡിസംബർ 17-ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ 10,000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതുകൂടാണ്ട് വളരെ സ്ലിം ലൈറ്റ് വെയിറ്റ്, അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജും ഇത് ഫോളോ ചെയ്തിട്ട് പിന്നെ ഓക്സിജൻ OS ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.